എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇടയ്ക്ക് മഴ, ഇടയ്ക്ക് വെയിൽ അല്ലേ. അപ്പോൾ മിക്ക ആൾക്കാർക്കും അസുഖമൊക്കെ ഉണ്ട്, പനിയൊക്കെ ഉണ്ട്. എല്ലാവരും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവാട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കുന്ന ചെടികൾ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്, നമ്മുടെ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണതൊക്കെയാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോണത്. സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ചെടികൾ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതിൽ അഴുക്കൊന്നും ഇല്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. കാണുമ്പോൾ ഭംഗിയാണല്ലോ. പക്ഷേ എല്ലാം മാറ്റി വെക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എത്ര അഴുക്ക് അവിടെ ഉണ്ടെന്ന്. എന്നും നമുക്കത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് പറ്റാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് എന്നെ പോലെ കൈ വയ്യാത്ത ഒരാൾക്ക് ആരുടെയെങ്കിലും സഹായം വേണം. അപ്പൊ പ്രേംചേട്ടൻ വീട്ടിലുള്ള ദിവസം ഞാൻ ചേട്ടൻ്റെ സഹായത്തോടു കൂടി എല്ലാ ചെടികളും മാറ്റി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഇതെല്ലാം സിറ്റ് ഔട്ടിലും നമ്മൾ ഇൻഡോറിലൊക്കെ ചെടികൾ വെക്കും. അപ്പൊ അത് ഇടയ്ക്കൊന്ന് നമ്മൾ പുറത്തേക്ക് വെക്കണം. അതിലത്തെ പൊടി, മണ്ണ് എല്ലാം മാറ്റി ചീത്തയായ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയണം. എന്നാൽ മാത്രമാണ് ചെടികൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. ചെടികളിൽ ഇലകളിലൊക്കെ നിറയെ പൊടി നിറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് അവർക്ക് ഓക്സിജൻ എന്താ പറയുക, പ്രകാശ സംശ്ലേഷണം നടത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ചെടികളുടെ ഇലകളുടെ ഭംഗിയെല്ലാം പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇപ്പം നമ്മുടെ ഇലകളുടെ പൊടിയെല്ലാം തുടച്ച് നല്ല വൃത്തിയാക്കി എല്ലാം വെക്കണം. ഇപ്പൊ ഇവിടെ ഒച്ചുകളുടെയൊക്കെ നല്ല ശല്യം ഉള്ളത് കൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. നിറയെ ഒച്ചെല്ലാം കയറി കാഷ്ടിച്ച് ആകെ വൃത്തിയാക്കി ഇടും. മഴ ആയതുകൊണ്ട് നമുക്കിതിങ്ങനെ പുറത്ത് വെച്ച് എപ്പോഴും ചെയ്യാനും ബുദ്ധിമുട്ടാണ്. മഴ കുറവുള്ളൊരു ദിവസമാണ് ഇന്ന്. രാവിലെ മഴ ഉണ്ടായിരുന്നു, പിന്നെ മാറി. അപ്പൊ എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല കേട്ടോ. കയ്യിന് എല്ലിന് തേലുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടാണ്. ആദ്യമൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തുകൊണ്ടിരുന്നത്, ആരുടെ സഹായം ഇല്ലാതെ തന്നെ. പക്ഷെ ഇന്ന് ഇപ്പൊ ഞാനാണ് ക്യാമറാമാനോൻ ഞാനാണ്. പ്രേംചേട്ടനെല്ലാം പുറത്തേക്കൊക്കെ വെക്കുകയാണ്. ബാക്കി എല്ലാ ക്ലീൻ ചെയ്തിട്ടെല്ലാം തിരിച്ച് അതേപോലെ വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങളും സിറ്റ് ഔട്ടിൽ ചെടികളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ, ഇൻഡോർ വെക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെടികൾ ഇടയ്ക്ക് പുറത്ത് വെച്ച് ഇടയ്ക്കൊന്ന് ചെറിയ വെയിൽ കൊള്ളിക്കണം. അതിന് ഇലകളൊക്കെ തുടച്ച് വൃത്തിയാക്കണം. അതിന് കുറച്ച് വളങ്ങളൊക്കെ ചേർക്കണം. ഒരുപാട് വളമൊന്നും ചേർക്കരുത് കേട്ടോ ഇൻഡോർ പ്ലാന്റ്സിന്. അങ്ങനെയൊക്കെയാണ്. നമ്മൾ അകത്ത് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി ശ്രദ്ധിക്കണം. ഒട്ടും വെള്ളം അധികം ആവാൻ പാടില്ല. 3-4 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് പിന്നെ ഞാൻ സിറ്റ് ഔട്ടിലായതുകൊണ്ട് നല്ല വെയിലും കൊള്ളും, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. വെള്ളം ഞാൻ ഒന്നരാടമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അഗ്ലോണിമ അങ്ങനെയുള്ള ചെടികൾക്കൊക്കെ അധികം വെള്ളം വേണ്ടല്ലോ. കലാത്തിയ അതിനൊന്നും അത്ര അധികം വെള്ളം വേണ്ട, എന്നാൽ വെള്ളം വേണം. അങ്ങനെയുള്ള ചെടികളാണ്. ഇതൊന്നും അങ്ങനെ പ്രശ്നമുള്ള ചെടികളല്ല. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ, പുറത്ത് ഓരോ ഇലകളും തുടച്ചെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. നിറയെ ഇലകളുള്ള ചെടിയാണല്ലോ. അപ്പോൾ വെള്ളം കൊണ്ടുവന്നിട്ട് ഓസിൽ ഇങ്ങനെ ഒന്ന് ചീറ്റിച്ച് അതിൻ്റെ ഇലകളുടെ എല്ലാ പൊടികളും കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാം മാറ്റിയപ്പോഴാണ് മനസ്സിലായത് ഇത്ര അഴുക്ക് ഇവിടെ ഉണ്ടായിരുന്നോ ഈശ്വര. എല്ലാം അപ്പോൾ നല്ല ജനലൊക്കെ തുറന്ന് എല്ലാം പ്രേംചേട്ടൻ ക്ലീൻ ചെയ്യാം കേട്ടോ. പ്രേംചേട്ടനാണെങ്കിൽ ക്ലീൻ ചെയ്യുക എന്നുള്ളത് നല്ല ഇഷ്ടമുള്ള ഒരു ജോലിയാണ്. ഇത് നമ്മൾ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക്, ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് നല്ല ജോലിയായിരിക്കും കേട്ടോ. ഇതെല്ലാം ക്ലീൻ ചെയ്ത് തിരിച്ചു വെക്കുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ, എനിക്ക് അധികം കുക്കിംഗ് ഒന്നും ഇല്ലാത്ത ദിവസമാണ് ഇതിനൊക്കെ വേണ്ടി നിൽക്കാറുള്ളൂ. ഇന്നിപ്പോൾ ഇന്നലത്തെ കൂട്ടാനും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ന് ഇതിനു വേണ്ടി അങ്ങ് നിൽക്കാമെന്നങ്ങ് വിചാരിച്ചു. അത് നിങ്ങളെ വീഡിയോ ആയിട്ട് കാണിക്കാം. ഇതുപോലെയൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇങ്ങനെ ചെടികളൊക്കെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് കടുന്നലിൻ്റെ കൂടൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ചെടികൾ ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണല്ലോ നല്ലോണം ഇലകളായിട്ട്. പിന്നെ ചെറിയ പാമ്പുകളോ എന്തെങ്കിലുമൊക്കെ കയറിയിരിക്കുന്ന പഴുതാരയൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ മാറ്റുമ്പോൾ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ആദ്യമേ തന്നെ നോക്കി കടുന്നലൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറേ പ്രാവശ്യം കടുന്നലിൻ്റെ കുത്ത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ നോക്കിയതിന് ശേഷമാണ് ഇതെല്ലാം വെക്കാനായിട്ട് തുടങ്ങിയത്. ഇത് ഞാൻ ഇൻഡോർ ആയി വെച്ചേക്കണം, അകത്ത് വെച്ചിരിക്കണതാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകുള്ളൂ. ഇതിൻ്റെ ഇലകളൊക്കെ ഇടയ്ക്ക് ഞാൻ സ്പോഞ്ച് വെച്ചിട്ട് അല്ലെങ്കിൽ നല്ല കോട്ടൺ തുണി വെച്ച് തുടച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും പുറത്തേക്ക് കൊണ്ടുപോയി വെള്ളമൊന്നും ഒഴിച്ച് ആക്കണില്ല. ഇത് അകത്ത് വെക്കുന്നതായതുകൊണ്ട്. പിന്നെ CC പ്ലാന്റിനൊന്നും നമ്മൾ അധികം പാടില്ല, സൻസോവേരിയയ്ക്കും പാടില്ല, അതായത് സ്നേക്ക് പ്ലാന്റിന്. ഇത് ബ്രൗൺ കളർ CC പ്ലാന്റ് ആണ്. ഇത് നന്നായിട്ട് ഇപ്പോൾ പിടിച്ചു വരുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ മോൻ തന്നാണ് എനിക്കത്, 2 വർഷം മുമ്പ്. ആദ്യം അത് അനങ്ങാണ്ട് നിൽക്കായിരുന്നു, ഇപ്പോൾ അത് പിടിച്ചു വരുന്നുണ്ട്. അപ്പോൾ സൻസോവേരിയ പോലുള്ള ചെടികളൊന്നും വെള്ളം ഒഴിച്ച് നശിപ്പിക്കാൻ പാടില്ല കേട്ടോ. അത് തുടച്ച് തന്നെ വൃത്തിയാക്കണം, കുറച്ചേ പാടുള്ളൂ. ഞാനതെല്ലാം വന്ന് അതിൻ്റെ കുറച്ച്, ഞാനിപ്പോൾ വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സോടെ നൈറ്റിയൊക്കെയാണ് കേട്ടോ ഇട്ടേക്കണേ. കാരണം ഏതായാലും മേലൊക്കെ മൊത്തം ചെളിവിളി ആവും. അപ്പൊ പിന്നെ വേറെ ഡ്രസ്സൊന്നും ഇടാതെ തന്നെ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. മൊത്തം നനഞ്ഞ് ഞാൻ കുളിച്ചുവിട്ടതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ അനാവശ്യമായിട്ട് ഉണങ്ങി നിൽക്കുന്ന ചെടികളും അല്ലാത്ത മൊട്ടുകളൊക്കെ വരും ഇതിന്. ആൾക്കാർ ഒരിക്കും പൂവൊന്നും അല്ല കേട്ടോ. അതൊക്കെ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമാണ് ചെടിക്ക് നന്നായിട്ട് വരുള്ളൂ. ചിലരത് ഭംഗിയാവുമെന്ന് വെച്ചിട്ട് അവിടെ നിർത്തും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ചെറിയ പൂക്കൾ തന്നെയാണത്. അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണം. അഗ്ലോണിമയ്ക്കൊക്കെ അങ്ങനത്തെ വരും. അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമാണ് കൂടുതലും ഇതൊക്കെ വരുള്ളൂ. അങ്ങനെ എല്ലാം നോക്കൂ, എല്ലാ ചെടികളും മുകളിൽ വെച്ചതും താഴെ വെച്ചതും ഒക്കെ എടുത്തു വെച്ച് ആകെ ഒരു കാടും പടലും പിടിച്ച് കിടക്കുകയാണ്. ഇതെല്ലാം ഇനി വെച്ചതിന് ശേഷം തിരിച്ചു വെക്കുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളമെല്ലാം ഒഴിച്ച് അതെല്ലാം നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ.
അതിന് ശേഷമാണ് ഇത് വെക്കാൻ പോണത്. ഏതായാലും ചെടികളൊക്കെ മാറ്റിയല്ലോ, ജനലൊക്കെ തുടയ്ക്കാം എന്ന് പറഞ്ഞ് പ്രേംചേട്ടൻ ആ ജനലൊക്കെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഇഷ്ടമുള്ള പണിയാണ് കേട്ടോ. ക്ലീനിങ്, പറമ്പിലെ പുല്ലി എത്തുക, അതൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പം ഞാൻ പണ്ട് പെയിൻ്റൊക്കെ അടിച്ചു വെച്ച കുപ്പികളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സോപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പണികൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എൻ്റെ ചെടികളെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഓടി വന്ന് വീഡിയോ കണ്ടോളൂ. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഇടണം. എനിക്കത് വലിയ വിലപ്പെട്ടതാണ്. ചെടികളുടെ വീഡിയോ ഇടുമ്പോൾ എന്തായാലും ആൾക്കാർക്ക് ഇഷ്ടമാണ്. അത് എനിക്ക് മനസ്സിലാക്കിയേക്കണ കാര്യമാണ്. പൊങ്ങണി ചെടിയിലൊക്കെ ധാരാളം പൂക്കളുണ്ട്. മഴ കൊണ്ട് പോവാതിരിക്കാൻ വേണ്ടി എല്ലാം ഞാൻ സൈഡിലേക്ക് എടുത്തു വെച്ചേക്കാണ്. ചെത്തിയിലൊക്കെ നിറയെ മൊട്ടുകളും പൂക്കളും വരുന്നുണ്ട്. അതിനിടയ്ക്ക് വെട്ടിലുകളുടെ നല്ല ശല്യമുണ്ട്. അവരെന്താ ചെയ്യാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ പിടിച്ച് തന്നെ നമ്മൾ നശിപ്പിക്കണം. കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് അവരെ. അതുകൊണ്ട് അവരെയൊക്കെ ഇടയ്ക്ക് കാണുമ്പോഴൊക്കെ ഞാൻ ഓടിക്കും. പക്ഷെ അവർ വീണ്ടും അങ്ങോട്ട് തന്നെ വരും. പിടിക്കാനൊന്നും കിട്ടാറില്ല. എന്നെ വെട്ടിച്ച് അവർ കടന്നു കളയും. ഞാൻ അതെല്ലാം ഓസ് കൊണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാണ് കേട്ടോ. അതിൻ്റെ ഇലകളിലെ പൊടിയെല്ലാം അങ്ങനെ തെറിച്ച് പൊക്കുള്ളൂ. എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം കോരി ഒഴിച്ച് ചെടി നശിപ്പിക്കാൻ പറ്റില്ല. പതുക്കെ പതുക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്യണ പോലെ ആക്കിയിട്ട് എല്ലാത്തിൻ്റെ പൊടികളും അങ്ങനെ അങ്ങോട്ട് കളഞ്ഞ് വൃത്തിയാക്കുകയാണ്. പിന്നെ എന്തൊക്കെയുണ്ട് എൻ്റെ കൂട്ടുകാരുടെ വിശേഷങ്ങൾ, ചക്കരക്കുട്ടികളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയൂ. നിങ്ങളുടെ വീട്ടിൽ ചെടികളുണ്ടോ? നിങ്ങൾക്ക് ചെടികൾ ഇഷ്ടമാണോ? ഇഷ്ടമില്ലെങ്കിൽ ചെടികളൊക്കെ ഒന്ന് വളർത്തി നോക്കൂ കേട്ടോ. നിങ്ങളുടെ സമയങ്ങളൊക്കെ ബോറടിച്ചിരിക്കുന്ന സമയമൊക്കെ ഇല്ലാതായി നിങ്ങൾക്ക് നല്ലൊരു മനസ്സിനൊക്കെ സന്തോഷം കിട്ടും കേട്ടോ. അതുകൊണ്ട് ഇവിടെ എല്ലാം ഇപ്പം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ എൻ്റെ വിരിഞ്ഞ പൂക്കളേക്ക് ഒന്ന് കാണിക്കുകയാണ്. പേരറിയാത്തൊരു പൂവാണ്. നല്ല ഭംഗിയായിട്ട് ഇപ്പം അതിൽ കുറേ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെടികളെ സ്നേഹിക്കുക, ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുക, പ്രകൃതിയെ സ്നേഹിക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ മാത്രമാണ് നമുക്കൊരു സന്തോഷം മനസ്സിനുണ്ടാവുള്ളൂ. കണ്ടോ, എല്ലാം ഞാൻ എടുത്ത് വീണ്ടും റീസെറ്റ് ചെയ്തു. നല്ല ഭംഗി. അങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണെന്ന് അറിയാം. കുറേ കഷ്ടപ്പാടുള്ള പണിയായിരുന്നെങ്കിലും ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ എന്തൊരു ഭംഗിയാണ്. ഞാൻ മേലാസകലം നനഞ്ഞു കുളിച്ചെങ്കിലും വളരെ സന്തോഷമായി. ഇതുപോലെ നിങ്ങളുടെ ചെടികളൊക്കെ ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യുക. കാരണം അവർക്കും ഒരു സന്തോഷമാവും. ചെടികൾക്ക് പൊടി പിടിച്ചിരിക്കുമ്പോൾ അവർക്കും ഒരു വിഷമാണല്ലോ. ഞങ്ങളെ ആരും നോക്കണില്ലല്ലോ, ഞങ്ങളെ ആരും ശ്രദ്ധിക്കണില്ലല്ലോ എന്ന് അവർ വിചാരിക്കും. അതുകൊണ്ട് അവരെ എന്നും നമ്മൾ കെയർ ചെയ്യുക. പറ്റുന്ന പോലെ 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് വൃത്തിയാക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും ടാറ്റാ.